തേജോമയമാ ജ്യോതിർലിംഗം കണ്ടു നമിച്ചെന്നാകിൽ മോക്ഷം കൈവന്നിടുന്നു ഗർഭസ്ഥ ശിശുവിനു പോലും. സുന്ദരി, സ്വർഗ സുന്ദരി. ഇല്ല, അസാധ്യമല്ല. അപ്പോൾ നീ ഇന്ദ്രന്റെ മുന്നിലെ നൃത്തം ചെയ്യൂല്ലേ? ദേവരാജൻ ഇന്ദ്രൻ എല്ലാവർക്കും അധിപതിയാണ്, ശ്രേഷ്ഠനാണ്. ആ ദുഷ്ടന്റെ പേരിവിടെ ഉച്ചരിക്കരുത്. അവന്റെ ഗുണഗാനങ്ങൾ നാം സഹിക്കില്ല. ലോകം മുഴുവൻ അറിവുള്ളതല്ലേ, താമസന്മാരായ ദുഷ്ട സ്വഭാവമുള്ളവർക്ക് അന്യരെ പ്രശംസിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമല്ല എന്നത്. നാരായണ നാരായണ. നാരദ, നമ്മുടെ അടുത്ത് വരുമ്പോൾ ഈ നശിച്ച നാരായണ നാമമില്ലാതെ വന്നാൽ മതി. നീ വരുന്നതിന് മുൻപ് ഈ സുന്ദരി ഇന്ദ്രന്റെ നാമം ജപിക്കുകയായിരുന്നു. എനിക്കൊരു ഇന്ദ്രന്റെയും നാമം കേൾക്കണ്ട. രാജേന്ദ്രനോ ജിതേന്ദ്രനോ ധർമ്മേന്ദ്രനോ. ഇനി പറയ, എന്തിനു വന്നു? വന്നത് ഒരു സന്ദേശം തരാനാണ്. സന്ദേശമോ ഉപദേശമോ? സന്ദേശം സന്ദേശം എപ്പോഴും ശുഭമായിരിക്കും ദൈത്യരാജൻ. ജീവിതത്തിന് ഉചിത ദിശ കാണിച്ച് സുഖം നൽകാനുള്ളതാണ് ഈ സന്ദേശം. സജ്ജനം അതിന്റെ ലാഭം നേടുന്നു, ദുർജനം സന്ദേശവാഹകർക്ക് കൂടി ഹാനി വരുത്തുന്നു. ഹേ നാരദ, നീ എന്തെല്ലാമാണ് ഈ പറഞ്ഞു വരുന്നത്? എന്റെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറയരുത്. ബുദ്ധിമാന്റെ ബുദ്ധിയിൽ എന്റെ വാക്കുകൾ പെട്ടെന്ന് കയറുന്നു ദൈത്യരാജ. നിന്റെ ബുദ്ധിയിൽ എന്തുകൊണ്ട് കയറുന്നില്ല? ഇത് ഞാൻ എന്റെ ദുർഭാഗ്യമായി കരുതി സ്വയം ഭാഗ്യഹീനൻ എന്ന് വിളിക്കുന്നു. പക്ഷേ അങ്ങയെ എന്ത് വിളിക്കും? എന്തും വിളിച്ചോ, ഞാൻ ഭാഗ്യഹീനല്ല. നീ എന്തോ സന്ദേശമുണ്ടെന്ന് പറഞ്ഞില്ലേ? സന്ദേശമാകട്ടെ ഉപദേശമാകട്ടെ, താങ്കൾ അത് ശരിക്കും അനുസരിച്ചാൽ താങ്കളുടെ ഹിതം സംഭവിക്കും. ഹിതാഹിതങ്ങളുടെ ചിന്ത മാനവർക്കുള്ളതാണ്, ദാനവർക്കല്ല. ഇനി പറയാനുള്ളത് കേട്ടോളൂ ദൈത്യരാജ. സന്ദേശത്തിന്റെയും ഉപദേശത്തിന്റെയും സീമയ്ക്ക് പുറത്തായി നിനക്ക് ഞാനിതാ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഈ നിമിഷമെങ്കിലും നിന്റെ ദുഷ്പ്രവൃത്തികൾക്ക് അന്ത്യം കുറിച്ചില്ല എങ്കിൽ നിന്റെയും നിന്റെ വംശത്തിന്റെയും വിനാശത്തിന് കാലമധികം വേണ്ടിവരില്ല. ഹേ നാരദ, എന്റെ മുന്നിൽ നിന്നുകൊണ്ട് എന്റെ വിനാശത്തെ കുറിച്ച് പറയുന്നുവോ? നീ എന്റെ വിനാശം ആഗ്രഹിക്കുന്നോ? നാരായണ നാരായണ. ഞാനോ മറ്റാരെങ്കിലുമോ ആഗ്രഹിച്ചതുകൊണ്ട് അങ്ങയുടെയോ അന്യരുടെയോ നാശം സംഭവ്യമല്ല ദൈത്യരാജൻ. സത്യമിതാണ്. ദുഷ്കർമ്മങ്ങളുടെ ഫലത്തിന്റെ പേരാണ് വിനാശം. നീ ദുഷ്കർമ്മങ്ങളുടെ വിത്ത് വിതച്ചു കഴിഞ്ഞു. അതിന്റെ ഫലം നീ തന്നെ അനുഭവിക്കേണ്ടതല്ലേ? സ്വരം ഉയർത്തിയത് കൊണ്ട് സത്യമില്ലാതാകില്ല ദൈത്യരാജൻ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. സത്യമിതാണ്. നിർദോഷികളും ധർമ്മപരായണരുമായവരിൽ നീ ചെയ്ത പാപത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഘോരമായ അഗ്നിയിൽ നിന്റെ സർവവും ഹോമിക്കപ്പെടും. എന്റെ വിനാശം ആഗ്രഹിക്കുന്ന നാരദ, ഞാൻ നിന്നെ ഹോമിക്കും. എവിടെ പോയി ആ നാരായണ വിട്ടി? പൃഥ്വിവാസികളുടെ സർവവും എരിച്ചു കളയ, എല്ലാവരെയും കൊന്നുകള. നാരായണ നാമം മറക്കുന്നത് വരെ ആരെയും ജീവനോടെ വിടരുത്. പോ ചക്രവർത്തി താരകാസുരൻ.
നാരായണ 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 ശ്രീമൻ നാരായണ നാരായണ നാരായണ. നാരായണ നാരായണ. നാരദൻ, വാ നാരദ, എവിടുന്ന് വരുന്നു? പരംപിതാവേ, ഞാൻ എവിടുന്ന് വരുന്നു എന്ന് പറയുന്നതിന് മുൻപേ ഞാൻ എന്തിനു വന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ അസന്തുഷ്ടനും ഖിന്നനുമാണല്ലോ നീ. അതിന് കാരണമുണ്ട്. അതിന്റെ മൂലവും അങ്ങ് തന്നെയാണ്. ഞാനോ നിന്റെ അസംതൃപ്തിക്കും ഖിന്നതയ്ക്കും കാരണം? ഞാൻ മാത്രമല്ല പരംപിതാവേ, സമ്പൂർണ്ണ മാനവ വംശവും ദേവന്മാരും അങ്ങ് മൂലം അസന്തുഷ്ടരാണ്. നിന്റെ ലീലകൾ എന്നോടും വേണോ നാരദ? സ്പഷ്ടമാക്കൂ, എല്ലാം തുറന്നു പറയൂ. എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് പരംപിതാവേ. ആലോചിക്കാതെ ദുഷ്ടരായ രാക്ഷസർക്ക് അങ്ങ് പല പല വരങ്ങളും നൽകുന്നു. അങ്ങനെ രാക്ഷസർ ഉദ്ദണ്ഡരായി വരങ്ങളുടെ ശക്തിയെ ദുരുപയോഗപ്പെടുത്തുന്നു. ദേവന്മാരെയും മനുഷ്യരെയും ഉപദ്രവിക്കുന്നു. ന്യായം, നീതി, ദയാധർമ്മം, കരുണ, സൽക്കർമ്മം എല്ലാത്തിനെയും അർത്ഥശൂന്യമാക്കുന്നു. അപ്പോൾ ഏതോ അസുരന്റെ പീഡ സഹിച്ചു വന്നതാണല്ലേ? പരംപിതാവേ, ഞാൻ സ്പഷ്ടമായി പറയാം. അങ്ങയുടെ വരദാനം കൊണ്ട് ഉന്മത്തനായ ഒരു അസുരനാൽ പിടിക്കപ്പെട്ട് വന്നതാണ് ഞാൻ. ആ അസുരന്റെ പേരാണ് താരകാസുരൻ. അങ്ങക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എവിടെ നിന്ന് വരുന്നെന്ന്? താരകാസുരന് നിന്നോട് എന്തിനാ ശത്രുത നാരദ? നാരായണ നാരായണ. അതോ ദുഷ്ടന് സജ്ജനങ്ങളോടുള്ളത്. ദേവന്മാരോട് അവൻ എന്തിനാണ് ശത്രുത? അവൻ എന്തിന് ദേവരാജൻ ഇന്ദ്രനെ സ്വർഗത്തിൽ നിന്ന് ഓടിച്ചു? എന്തിന് ദേവന്മാരെ ശല്യം ചെയ്യുന്നു? എന്തിന് പൃഥ്വിവാസികളെ അകാരണമായി ദ്രോഹിക്കുന്നു? എന്തുകൊണ്ട് അവരെ ദുഷ്പ്രവൃത്തി ചെയ്യുന്നു? അവന്റെ ദുഷ്ടത, അവന്റെ താമസവൃത്തി, അവന്റെ അസുരവൃത്തി, അവന്റെ ഉന്മാദം, അഹങ്കാരം. ഇത്തരം നീച വ്യക്തി ഒരാളുടെ ശത്രുവാകാൻ ഒരു കാരണവും വേണ്ട. അവൻ അകാരണമായി ശത്രുത കാണിക്കും. ഇനി കാരണമുണ്ടെങ്കിലോ അത് അത്യന്തം സമുചിതവും. അപ്പോൾ നീ അവന് കാരണം നൽകി. പരംപിതാവേ, ദുഷ്ടനോട് അവന്റെ ദുഷ്ടത ത്യജിക്കാൻ പറഞ്ഞാൽ അവന്റെ ദുഷ്ടത പൂർവാധികം വർദ്ധിക്കുകയുള്ളൂ. ഞാൻ താരകാസുരനോട് ഇത്രയേ പറഞ്ഞുള്ളൂ, അവൻ പൃഥ്വിവാസികളെ ഉപദ്രവിക്കരുത്, അന്യഥാ അതിന്റെ ഫലം അശുഭമായിരിക്കും. തീർന്നു. ഇത് പറഞ്ഞതും അവൻ എന്റെ നേരെ എടുത്തു ചാടി. ഞാൻ അവിടുന്ന് ഓടിപ്പോന്നു. അങ്ങ് ചിരിക്കുന്നോ പരംപിതാവേ? ചിരിച്ചോളൂ. പക്ഷേ ഒന്നോർക്കണം, അവൻ ഇന്ന് എന്നെ ആക്രമിച്ച സ്ഥിതിക്ക് നാളെ അങ്ങേയുമാകാം. ഇല്ല നാരദ, അതൊരിക്കലും സംഭവിക്കില്ല. താരകാസുരന്റെ ശത്രുത ദേവഗണങ്ങളുടെ അധികാരത്തിനോട് മാത്രമാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരോട് അവൻ ശത്രുത കാണിക്കില്ല. പരംപിതാവേ, അപ്പോൾ പൃഥ്വിവാസികളോട് അവൻ എന്തിനാണ് ശത്രുത? അവൻ നിത്യവും അവരെ എന്തിനാണ് ദ്രോഹിക്കുന്നത്? അതവന്റെ ഉന്മാദമാണ്. അല്ല പരംപിതാവേ, അങ്ങയുടെ വരദാനം കൊണ്ട് നേടിയ അധികാരത്തിന്റെ ഈ ശക്തിയുടെ ഉന്മാദമാണ്. അങ്ങ് വരം നൽകിയിരുന്നില്ലെങ്കിൽ ഈ ഉന്മാദം ജനിക്കില്ലായിരുന്നു. പരംപിതാവേ, അസുരന്മാർ തപസ് ചെയ്യുന്നത് കേവലം വരപ്രാപ്തിക്ക് വേണ്ടിയാണ്. ആ ശക്തി ദുരുപയോഗപ്പെടുത്താനുമാണ്. ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ ഒഴിച്ചാൽ ജഗത്തിൽ ആരാണ് ശക്തരിൽ നിന്ന് രക്ഷ നേടിയിരിക്കുന്നത്? ഭാവിയിലും അത് സംഭവിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. ഭാവിയിൽ പാപാത്മാക്കളുടെ പാപം കളയുന്നവനും സ്വയം ശക്തിമാനായി തീർന്നു കഴിഞ്ഞാൽ അവന്റെ ശക്തി ദുരുപയോഗപ്പെടുത്താതിരിക്കില്ല നാരദ. നാരദ, താരകാസുരന് വരദാനം അകാരണം ലഭിച്ചതല്ല, കഠിന തപസ് ചെയ്തിട്ടാണ്. ബ്രഹ്മദേവ, ഞാനും എന്റെ പിതാവും പിതാമഹനും അങ്ങയെ തപസ് ചെയ്തുവല്ലോ. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ വരദാനമൊന്നും ലഭിച്ചില്ലല്ലോ. ആ സ്വരം പരിചിതമാണല്ലോ. ആ, അത് ഭഗീരഥന്റെ സ്വരമാണ്. ബ്രഹ്മദേവ, ഞാൻ അങ്ങയുടെ ദർശനം ലഭിക്കുവാനായി വർഷങ്ങളായി തപസ് ചെയ്യുന്നു. അങ്ങ് എപ്പോൾ പ്രസാദിക്കും ദേവ? പരംപിതാവേ, ഭഗീരഥൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അനേകം കാലമായി പ്രാർത്ഥിക്കുന്നു.
എന്നിട്ടും അങ്ങ് അവന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയില്ല. അസുരന്മാരുടെ പ്രാർത്ഥനയിലും തപസ്സിലും അങ്ങ് വേഗം പ്രസന്നനാകുന്നു. ഭഗീരഥനെ പോലുള്ളവരെ അങ്ങ് എന്തിനു വിഷമിപ്പിക്കുന്നു? രാജാ ഭഗീരഥന്റെ പൂർവികരും തപസ് അനുഷ്ഠിച്ചുകൊണ്ട് പ്രാണത്യാഗം ചെയ്തു. പക്ഷെ അവരുടെ തപസ്സിനും അങ്ങ് ഫലം നൽകിയില്ല. ഈ പക്ഷപാതം എന്തിനു പ്രഭു? വിധിയുടെ വിധാനത്തിൽ പക്ഷപാതം എന്നൊന്നില്ല നാരദ. ഓരോ കാര്യവും പാപത്തിന്റെയും പുണ്യത്തിന്റെയും കണക്കനുസരിച്ചാവും. താരകാസുരന്റെ പൂർവികരുടെ കർമ്മകാന്ഡം അലിഖിതവും പാപശൂന്യവുമായിരുന്നു. എന്നാൽ ഭഗീരഥന്റെ പൂർവികരുടെ കർമ്മലിഖിതം പുണ്യമില്ലാത്തതും പാപം നിറഞ്ഞതുമാണ്.